ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കൊടംപുളി മരം കേട്ടോ. മഴ മാറിയ ഒരു ഗ്യാപ്പിൽ കൊടംപുളി പറക്കിയെടുക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൊടംപുളിയുടെ അളവ് ഇപ്രാവശ്യം കുറവാണെങ്കിലും നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കൊടംപുളിയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. താഴെ വീണ് മണ്ണും ചെളിയൊക്കെ പറ്റിയ കൊടംപുളി എടുത്ത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പൊളിച്ചിട്ട് ഇതിൻ്റെ കുരു എടുത്ത് കളയാം, വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. ഞാൻ കഴിക്കാനെടുത്തപ്പോൾ തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ രണ്ടും എത്തിയിട്ടുണ്ട്. പുളിയും മധുരവും കൂടിയ ഒരു ടേസ്റ്റാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ കീറി നമുക്ക് കറികളിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ പുകയിട്ട് ഉണക്കിയതിന് ശേഷം അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ വീട്ടിൽ സാധാരണ അടുപ്പിൻ്റെ മേലെ ഇങ്ങനെ നന്നായിട്ട് പുക കൊള്ളുന്ന രീതിയിൽ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഡ്രൈ ആക്കുന്നത്. നന്നായി ഡ്രൈ ആക്കിയതിന് ശേഷം ഉപ്പൊക്കെ തിരുമ്മി വെച്ച് വീണ്ടും വെയിലത്തിട്ട് ഒന്നുകൂടെ ഉണക്കി സെറ്റാക്കി എടുക്കണം. പിന്നെ ഇതങ്ങനെ വർഷങ്ങളോളം ഒരു കേടും കൂടാതെ ഇരുന്നോളൂ കേട്ടോ.